आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും സ്വാഗതം। महादेवी वर्मा की रेखा चित्र सोना हिरणी। पिछले कक्षा में हमने पढ़ा कि सोना की आंखों की विशेषता और सोना को अपनी स्वजाति संस्कार याद आती है। वो अपनी गर्दन ऊंची करके किसी आहट की प्रतीक्षा में खड़ी रहती है, क्योंकि सोना हिरणी हरिण शाग से हरिणी बन गई है। इसी बीच कुत्ती फ्लोरा 4 बच्चों को जन्म देती है। सोना अपनी बच्चे जैसी संरक्षण उनको देती है, यानी फ्लोरा की बच्चों को। सोना पहले जैसे एकांतता में डूब जाती है। इसी बीच महादेवी बद्रीनाथ यात्रा का कार्यक्रम बनाती है। इतना ही हम पिछले कक्षा में पढ़े थे। चलते हैं आगे की ओर। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സോന വളർന്നു വരികയാണ്. വളർന്നതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അവളുടെ സ്വഭാവങ്ങളിൽ കാണാൻ ഇടയായി. ആരുടെയൊക്കെയോ പ്രതീക്ഷയിൽ അവൾ കഴുത്തുയർത്തി പുറത്തേക്ക് നോക്കാനും അതുപോലെ പഴയ പോലെ കൂട്ടുകാരെ കൂടെ കളിക്കുന്നൊന്നുമില്ല. അവളാകെ ഒരു സൈലൻറ്റ് ക്യാരക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മുടെ സോനയുടെ കൂട്ടുകാരി ഫ്ലോറ പട്ടി പ്രസവിക്കുകയും 4 മക്കൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സംരക്ഷണം നമ്മുടെ സോന ഏറ്റെടുക്കുകയാണ്. സ്വന്തം മക്കളെ പോലെയാണ് ഫ്ലോറയുടെ മക്കളെ 4 മക്കളെയും സോന സംരക്ഷിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ മഹാദേവി വർമ്മ ബദ്രിനാഥ് യാത്ര പ്രോഗ്രാം സമ്മർ വെക്കേഷനിൽ അതിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. उसी वर्ष गर्मियों में मेरा बद्रीनाथ यात्रा का कार्यक्रम बना. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ബദ്രിനാഥ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് ഇവിടെ മഹാദേവി വർമ്മ. प्रायः मैं अपने पालतू जीवों के कारण प्रवास कम करती हूँ. വളർത്തുമൃഗങ്ങൾ കാരണം, പാലത്തു ജീവൻ के मतलब है വളർത്തുമൃഗങ്ങൾ. വളർത്തുമൃഗങ്ങൾ കാരണം വിദേശയാത്രയൊക്കെ വളരെ കുറച്ചാണ് മഹാദേവി വർമ്മ നടത്താറ്. കാരണം വീട്ടിൽ ഒരുപാട് വളർത്തുമൃഗങ്ങളുണ്ട്. പൂച്ചയുണ്ട്, ഗോധൂലി, കുത്തി ഹേമന്ത്, വസന്ത്, കുത്തി ഫ്ലോറ, അതുകൂടാതെ सोना हिरणी. उनकी देख रेख के लिए सेवक रहने पर भी मैं उन्हें छोड़कर ആശ്വസ്ത नहीं हो पाती. പക്ഷെ അവരെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരുപാട് പേരുണ്ട്. എങ്കിൽ കൂടി മഹാദേവി വർമ്മയ്ക്കൊരു സമാധാനവും ഉണ്ടാകാറില്ല. അവരെ വിട്ട്, മൃഗങ്ങളെ വിട്ടിട്ടുള്ളൊരു നിമിഷം മഹാദേവി വർമ്മയ്ക്ക് ആലോചിക്കാൻ കൂടി വയ്യ. भक्तिन अनुरूप नौकर आदि तो साथ जाने वाले थे ही. पालतू जीवों में से मैंने फ्लोरा को साथ ले जाने का निश्चय किया. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാദേവി വർമ്മയുടെ സഹോദരി തുല്യമായ വീട്ടിലെ ഒരു സെർവൻ്റാണ്. മുന്നേ ക്ലാസ്സിൽ ഭക്തി എന്ന് പറഞ്ഞത് മഹാദേവി വർമ്മയായിട്ട് താരതമ്യം ചെയ്തിരുന്നു. അത് തെറ്റാണ്. ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാദേവി വർമ്മയുടെ സെർവൻ്റാണ്. അതുപോലെ അനുരൂപ് ജോലിക്കാരനാണ്, നൗക്കറാണ്. അവരൊക്കെ ഈ വീട്ടിലുണ്ട്. ആദ്യത്തെ സാത്ത് ജാനെ വാലെ തേഹി, അവരൊക്കെ ഈ ബദ്രിനാഥ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് മഹാദേവി വർമ്മയുടെ കൂടെ പോകാൻ നിൽക്കുകയാണ്.
അതുപോലെ പാലത്തു जीवों में से मैंने फ्लोरा को साथ ले जाने का निश्चय किया. വളർത്തുമൃഗങ്ങളിൽ ഫ്ലോറയെയാണ് ഞാൻ ബദ്രിനാഥ് യാത്രയ്ക്ക് കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്. നമ്മുടെ ഫ്ലോറ പട്ടിയാണ്. ക്യോങ്കി വോ മേരെ ബിനാ രഹ് നഹീ സക്തി തി. അതിനെ കൂടെ കൂട്ടാൻ കാരണം മഹദി വർമ്മ ഇല്ലാതെ ആ ഫ്ലോറ അവിടെ നിൽക്കില്ല, വീട്ടിൽ ഇരിക്കില്ല. അവൾക്ക് മഹദി വർമ്മ ഇല്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ സാധിക്കില്ല. छात्रावास बंद था, अतः सोना के नित्य नैमित्तिक कार्यकलाप भी बंद हो गए थे. സമ്മർ വെക്കേഷനാണ്, അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ ക്ലോസ് ആണ്, ഹോസ്റ്റൽ അടച്ചു. അതുകൊണ്ട് സോനയുടെ ഡെയിലി മേൽപ്പറഞ്ഞ നൈമിത്തിക് എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ കാര്യകലാപ്, നേരത്തെ പറഞ്ഞ പ്രവൃത്തികളൊന്നും, അതായത് ഹോസ്റ്റലിനകത്ത് കയറിയിട്ട് ഓരോ ക്ലാസ് അല്ലെങ്കിൽ ഓരോ റൂമിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി നടക്കുന്ന ആ കാര്യകലാപമൊന്നും, ആ പരിപാടികളൊന്നും ഇനി നടക്കില്ല. അതൊക്കെ ബന്ദ് ഹോ ഗയേ, वो सब बंद हो गए थे. मेरी उपस्थिति का भी अभाव था, अतः उसके आनंदोल्लास के लिए भी अवकाश कम था. അതുപോലെ തന്നെ മഹദി വർമ്മയുടെ പ്രസൻസും അതിൻ്റെ കുറവും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സോനയുടെ സന്തോഷത്തിന്, ആനന്ദോല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള സമയം വളരെ കുറവായിരുന്നു. അവകാശ് का मतलब है टाइम, समय. हेमंत वसंत मेरी यात्रा तजनित अनुपस्थिति से परिचित हो चुके थे. മഹദി വർമ്മയുടെ നായ്ക്കളായ, വളർത്തു നായ്ക്കളായ ഹേമന്തും വസന്തും മഹദി വർമ്മയുടെ യാത്രയെപ്പറ്റി, അതിൽ നിന്നുണ്ടാകുന്ന തജ്ജനിത് അനുപസ്ഥിതി, അതിൽ നിന്നുണ്ടാകുന്ന അനുപസ്ഥിതി, അത് പരിചിതരായിരുന്നു നമ്മുടെ ഹേമന്തും വസന്തും. മഹദി വർമ്മ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടവരാണ് ഹേമന്തും വസന്തും. हॉल डाल बिछाकर उसमें बिस्तर रखते ही वे दौड़कर उस पर लेट जाते और भौंकने तथा क्रंदन की ध्वनियों के सम्मिलित स्वर में मुझे मानो उपालंब देने लगते. ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത്, എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യുന്ന സമയത്ത് ഹോൾ ഡാൽ ബിച്ചാക്കർ, വലിയ ബാഗൊക്കെ വിരിച്ചിട്ട് മഹദി വർമ്മ പോകാൻ തയ്യാറെടുക്കുമ്പോൾ കിടക്കയിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ ഹേമന്തും വസന്തും മഹദി വർമ്മയുടെ വളർത്തു നായ്ക്കൾ ഓടി വന്നിട്ട് അതിൻ്റെ മുകളിൽ കിടക്കും, ആ ബാഗിൻ്റെ മുകളിൽ കിടക്കും. എന്നിട്ട് ഭോങ്കനെ തഥാ ക്രന്ദൻ കി ധ്വനിയൊക്കെ സമ്മളിത സ്വർമേ മുജെ മനോ ഉപാലംബ് ദേനെ ലഗ്തെ. എന്നോട് പരാതി പറയുന്ന പോലെ, ഉപാലംബ് എന്ന് പറഞ്ഞാൽ പരാതി, കംപ്ലൈൻറ്റ്, ഷിക്കായത്ത് കർണെ ജൈസെ ഭോങ്കനെ തഥാ ക്രന്ദൻ കി ധ്വനിയൊക്കെ സമ്മളിത സ്വർമേ. ഭോങ്കനെ എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക, ബാർക്കിംഗ്. ക്രന്ദൻ ക മത്ലബ് റോന, കരയുക. ആ രണ്ട് ശബ്ദത്തിൻ്റെയും ഇടകലർന്ന സ്വരത്തിൽ, കുരയ്ക്കുകയും കരയുകയും ഇടകലർന്ന സ്വരത്തിൽ മഹദി വർമ്മയോട് പരാതി പറയുന്ന പോലെ അവർ കുരയ്ക്കാനും കരയാനും തുടങ്ങും. यदि उन्हें बांध न रखा जाता तो वे कार में घुसकर बैठ जाते. അവരെ കെട്ടിയിട്ടില്ല എങ്കിൽ, ഹേമന്തിനെയും വസന്തിനെയും കെട്ടിയിട്ടില്ല എങ്കിൽ, ബാന്ധന കെട്ടിവെക്കുക, അവർ കാറിൽ കയറും. എന്നിട്ട് കാറിൽ കയറിയിരിക്കാൻ തുടങ്ങും. മഹദി വർമ്മയുടെ കാറിൽ കയറിയിരിക്കാൻ തുടങ്ങും. घुसकर बैठ जाते या उसके पीछे पीछे दौड़कर स्टेशन तक जा पहुंचते. ഇനി അതും അല്ലെങ്കിൽ കാറിന് പിന്നാലെ ഓടിയിട്ട് സ്റ്റേഷൻ വരെ എത്തും. ഇതാണ് ഹേമന്തും വസന്തും ചെയ്യുന്ന കാര്യം. परंतु जब मैं चली जाती तब वे उदास भाव से मेरे लौटने की प्रतीक्षा करने लगते. ഞാൻ എപ്പോഴാണോ ഇങ്ങനെ യാത്രയ്ക്കൊക്കെ വേണ്ടി പോകുന്നത്, ആ സമയത്ത് ഇവർ ഉദാസ് ഭാവസ്, വളരെ സങ്കടത്തോടു കൂടി മേരെ ലൗട്ട്നെ കി പ്രതീക്ഷ കർണെ ലഗ്തി, ഞാൻ തിരിച്ചു വരാനുള്ള
വരുന്നതിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിട്ട് നിൽക്കും हेमंतुम वसंतुम। सोना की सहज चेतना में मेरी यात्रा जैसी स्थिति का बोध था। സോനയുടെ കാര്യം പറയുകയാണെങ്കിൽ സോനയുടെ സ്വാഭാവിക സഹജം എന്ന സ്വാഭാവിക ജീവിതത്തിൽ ചേതന ജീവിതം സ്വാഭാവിക ജീവിതത്തിൽ എൻ്റെ യാത്രയെപ്പറ്റി ഒരു ബോധമുണ്ടായിരുന്നു. സോനയ്ക്ക് ആ ബോധമുണ്ടായിരുന്നു. नवप्रत्यावर्तन का इसी से उसकी निराशा जिज्ञासा और विस्मय का अनुमान मेरे लिए सहज था. അതുകൊണ്ട് തന്നെ നവപ്രത്യാവർത്തൻ പുതിയ ആവർത്തനത്തിൻ്റേതായിട്ടുള്ള അവളുടെ നിരാശയും ക്യൂരിയോസിറ്റിയും വിസ്മയവും അതൊക്കെ എനിക്ക് സ്വാഭാവികമായിരുന്നു. അതൊക്കെ എനിക്ക് അനുമാനിക്കാമായിരുന്നു. അവളുടെ സങ്കടം എപ്രകാരമാണ് എന്നുള്ളത് എനിക്ക് ഏറെക്കുറെ അറിയാമായിരുന്നു. पैदल आने के निश्चय के कारण बद्रीनाथ की यात्रा में ग्रीष्मावकाश समाप्त हो गया. കാൽനട യാത്രയായിട്ടാണ് കാൽനട യാത്രയായിട്ട് പോകാൻ തീരുമാനിക്കുകയും ആ യാത്രയിൽ ഗ്രീഷ്മാവകാശ സമാപ്ത ഹോ ഗയ, സമ്മർ വെക്കേഷൻ അവസാനിച്ചു. ബദ്രിനാഥ് യാത്രയ്ക്ക് പോകുന്നതോടുകൂടി സമ്മർ വെക്കേഷൻ അവസാനിക്കുന്നു. 2 जुलाई को लौटकर जब मैं बांग्ले के द्वार पर आ खड़ी हुई तब बिछड़े हुए पालतू जीवों में कोलाहल होने लगा. അങ്ങനെ മഹാദേവർമ്മ ജൂലൈ 2 തിരിച്ച് ബദ്രിനാഥ് യാത്രയ്ക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് ബംഗ്ലാവിൻ്റെ വാതിൽക്കൽ വന്ന് നിന്ന സമയത്ത് बांग्ला के द्वार पर खड़ी हुई तब बिछड़े हुए पालतू जीवों में വിരഹം അനുഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ വിരഹം അനുഭവിക്കുന്ന മഹാദേവർമ്മയുടെ വളർത്തു മൃഗങ്ങളിൽ ജീവമേ കോലാഹൽ വന്നില്ല, ബഹളം ഉണ്ടാകാൻ തുടങ്ങി. ബഹളം. അങ്ങനെ ബദ്രിനാഥ് യാത്രയൊക്കെ കഴിഞ്ഞ് മഹാദേവർമ്മ തൻ്റെ വീട്ടിൽ വന്ന് വാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് വളർത്തുമൃഗങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ബഹളമാണ്. ഗോദൂലി കുതുക്കർ ഖന്തേപ്പർ ആ പേറ്റി, നമ്മുടെ ഗോദൂലി ബില്ലി എന്താ ചെയ്തത്? കുതുക്കർ ചാടിയിട്ട് നമ്മുടെ മഹാദേവർമ്മയുടെ ഷോൾഡറിൽ ഖന്തേപ്പർ വന്ന് ഇരുന്നു. हेमंत वसंत मेरे चारों ओर परिक्रमा करके हर्ष की ध्वनियों में मेरा स्वागत करने लगे. ഹേമന്തും വസന്തും വളർത്തു നായ്ക്കൾ എന്താ ചെയ്തത്? മഹാദേവർമ്മയുടെ 4 ഭാഗത്തും പരിക്രമണം ചെയ്തിട്ട് ചുറ്റും ഓടിയിട്ട് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് സ്വാഗതം ചെയ്തു. അതായത് കുറച്ചുകൊണ്ട് സ്വാഗതം ചെയ്തു. और मेरी दृष्टि സോന खोजने लगी. പക്ഷേ എൻ്റെ നോട്ടം സോനയിലേക്കായിരുന്നു. സോന എവിടെ എന്നായിരുന്നു എൻ്റെ ചിന്ത. അതന്വേഷിക്കുകയായിരുന്നു ഞാൻ. മഹാദേവർമ്മ क्यों वो अपना उल्लास व्यक्त करने के लिए मेरे सिर के ऊपर से छलांग नहीं लगती. ഇവിടെ മഹാദേവർമ്മ പ്രതീക്ഷിക്കുകയാണ്. കാരണം മഹാദേവർമ്മയോട് ചെയ്യാറ് മഹാദേവർമ്മയുടെ തലയ്ക്ക് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ച് ചാടാറുണ്ടായിരുന്നു. അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാറ് അങ്ങനെയായിരുന്നു. അത് ഇവിടെയും പ്രതീക്ഷിക്കുകയാണ്. എന്താ അത് ചെയ്യുന്നില്ലേ സോന കഹാ ഹെ പൂച്ചനെ പർ മാലി ആങ്കെ പോച്ചനെ ലഗ്. അങ്ങനെ സോന എവിടെയെന്ന് തോട്ടക്കാരനോട് മഹാദേവർമ്മയുടെ തോട്ടക്കാരനോട് ചോദിക്കുകയാണ്. മാലി എന്ന് പറഞ്ഞാൽ തോട്ടക്കാരനാണ്. അപ്പോൾ തോട്ടക്കാരൻ തൻ്റെ കണ്ണ് തുടയ്ക്കുന്നതാണ് മഹാദേവർമ്മ കാണുന്നത്. പോഞ്ചന ഒപ്പുക തുടയ്ക്കുക. ഒരു ചപ്രാസി ചൗക്കിദാർ एक दूसरे का मुख देखने लगे. കണ്ണ് തുടച്ചുകൊണ്ട് തോട്ടക്കാരൻ മഹാദേവർമ്മയുടെ ചപ്രാസി പിയോ ചൗക്കിദാർ കാവൽക്കാരനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ചൗക്കിദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ. वे लोग आने के साथ ही मुझे कोई दुखद समाचार
नहीं देना चाहते थे. ബദ്രിനാഥ് യാത്രയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിൽ വരുന്ന സമയത്ത് മഹതി വർമ്മയുടെ ഈ ഒരു ദുഃഖ വാർത്ത അറിയിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. परंतु माली की भावुकता ने बिना बोले ही उसे दे डाला. പക്ഷേ തോട്ടക്കാരൻ്റെ ആ ഭാവം കണ്ടപ്പോൾ തന്നെ മഹതി വർമ്മയ്ക്ക് അദ്ദേഹം പറയാതെ തന്നെ കാര്യം മനസ്സിലായി. याद हुआ कि छात्रावास के सन्नाटे और फ्लोरा के तथा मेरे अभाव के कारण सोना इतनी अस्थिर हो गई थी कि इधर उधर कुछ खोजती सी वह प्रायः कॉम्पाउंड से बाहर निकल जाती थी. ഛാത്രാവാസ് സമ്മർ വെക്കേഷന് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ സൈലൻ്റാണ്. അതുപോലെ ഫ്ലോറ മഹതി വർമ്മയുടെ കൂടെ പോയിരിക്കുകയാണ്. മഹതി വർമ്മയും ഇല്ല. അപ്പോൾ ഇവരുടെയൊക്കെ അഭാവത്തിൽ നമ്മുടെ മനമടുത്ത അസ്ഥിർ എന്ന് പറഞ്ഞാൽ മനമടുക്കുക. നമ്മുടെ മനമടുത്ത സോന ഇതർ ഉദർ കുച്ച് ഖോജ്തി അവിടെ ഇവിടെയൊക്കെ എന്തോ അന്വേഷിച്ച് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു. കോമ്പൗണ്ട് से बाहर निकल जाती थी. इतनी बड़ी हिरणी को पालने वाले तो कम थे, परंतु उससे खाद्य और स्वाद प्राप्त करने के इच्छुक व्यक्तियों का बाहुल्य था. ഇത്രയും വലിയ ഒരു മാനിനെ വളർത്തുന്നവർ വളരെ കുറവായിരുന്നു ആ സമയത്ത്. परंतु उससे खाद्य और स्वाद प्राप्त करने के इच्छुक व्यक्तियों का बाहुल्य था. പക്ഷേ അതിനെ കൊന്ന് ഭക്ഷണമാക്കാനും അതിൻ്റെ സ്വാദ് അറിയാനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു. ഖാദ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഫുഡ്, സ്വാദ് ടേസ്റ്റ്, ഇച്ഛുക് ഇൻട്രസ്റ്റ്, ആ ഗണത്തിൽപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. इसी आशंका से माली ने उसे मैदान में एक लंबी रस्सी से बांधना आरंभ कर दिया था. അപ്പോൾ ഇത് പേടിച്ച് നമ്മുടെ തോട്ടക്കാരൻ എന്താ ചെയ്തത്? മൈതാനത്ത് ഒരു നീളമുള്ള ലംബി റസ്സിസെ കയറ് ഉപയോഗിച്ച് നമ്മുടെ ഹിരണിയെ ബാന്ധ് ദിയ. ഇതൊക്കെ മഹതി വർമ്മ പോയ സമയത്താണ് സംഭവിക്കുന്നത്. മനമടുത്ത് നമ്മുടെ സോന കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാനാണ് നമ്മുടെ മാലി ഇങ്ങനെ ചെയ്തത്. एक दिन न जाने किस स्तब्धता की स्थिति में बंधन की सीमा भूलकर बहुत ऊंचाई तक उछली और रस्सी के कारण मुख के बल धरती पर आ गिरी. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നിശ്ചലമായ സൈലൻ്റായ ഈ അന്തരീക്ഷത്തിൽ ഒരവസ്ഥയിൽ ബന്ധൻ കി സീമ, ബന്ധനത്തിൻ്റെ അതിർത്തി, സീമ, ലിമിറ്റേഷൻ, അത് മറന്ന് നമ്മുടെ സോന വളരെ ഉയരത്തിൽ ചാടാൻ നോക്കി. പക്ഷേ ഇവിടെ കയർ ഇട്ടിരിക്കുകയാണ് മാലി. रस्सी के कारण मुख के बल धरती पर आ गए. കയർ കെട്ടിയത് കാരണം നമ്മുടെ സോനയുടെ മുഖം നിലത്ത് ഭൂമിയിൽ അടിച്ചു. കാരണം കയർ കെട്ടിയിട്ടില്ല എന്നൊരു ബോധത്താലാണ് നമ്മുടെ സോന ചാടിയത്. പക്ഷേ കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുഖം നിലത്ത് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വഹി ഉസ്കി അന്തിം സാസ് ഓർ അന്തിം ഉച്ചാൽത്തി, അതായിരുന്നു നമ്മുടെ സോനയുടെ അന്തിമ ശ്വാസവും അതുപോലെ അന്തിമ ചാട്ടവും. അതോടുകൂടി നമ്മുടെ സോനയുടെ ശ്വാസം നിന്നു, അതുപോലെ ചാട്ടവും നിന്നു. അതിനർത്ഥം നമ്മുടെ സോന അവിടെ മരിക്കുകയാണ്, अंतिम श्वास വലിക്കുകയാണ്. सब उस सुनहले रेशम की गठरी के शरीर को गंगा में प्रवाहित कर आए और इस प्रकार किसी निर्जन वन में जन्मी और जनसंकुलता में पली सोना की करुण कथा का अंत हुआ. അപ്പോൾ ഇപ്രകാരമാണ് നമ്മുടെ സ്വർണ്ണ നിറത്തിലുള്ള സുനഹലെ രേഷം കി ഗട്ടരി കെ ശരീർ കോ, പട്ടുപോലെയുള്ള ആ ശരീരത്തെ ഗംഗാ നദിയിൽ ഒഴുക്കി അതിൻ്റെ ചിതാഭസ്മം ഗംഗാനദിയിൽ ഒഴുക്കി വന്നിട്ട് ഇസ് പ്രകാർ കിസി നിർജൻ വൻ മേ ജന്മി, ഏതോ വനത്തിൽ ജനിച്ച ജനസങ്കുലതാമേ പലി, ജനസമൂഹത്തിൽ വളർന്ന നമ്മുടെ സോന
സോനയുടെ കരുണകഥ അവിടെ അവസാനിക്കുകയാണ്. സബ് സുൻകർ മേനെ നിശ്ചയ കിയാ താ കി ഹിരൺ നഹീ പാലൂങ്കി. ഇതൊക്കെ കൊണ്ടാണ് മഹതി വർമ്മ തീരുമാനിച്ചിരുന്നത് മാനിനെ ഒരിക്കലും ഇനി വളർത്തില്ല എന്ന്. കാരണം അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു സോനയെ. पर संयोग से फिर हिरण ही पालना पड़ रहा है. പക്ഷേ സാഹചര്യവശാൽ വീണ്ടും മാനിനെ വളർത്തേണ്ടതായിട്ട് വരികയാണ് ഇവിടെ മഹാദേവി വർമ്മയ്ക്ക്. आज की कक्षा इतना ही. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മഹതി വർമ്മയെ നമ്മുടെ പൗത്രി ധീരേന്ദ്രനാഥ് ബസു की പൗത്രി കൊച്ചുമകൾ സുസ്മിത ഒരു മാനിനെ വളർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്താണ് ഈ സോനയുടെയും മറ്റ് കഥയും ഇവിടെ മഹതി വർമ്മ ഓർക്കുന്നത്. മൃഗങ്ങളോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതയും മഹതി വർമ്മയെ പോലെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ മൃഗങ്ങളോട് ഇത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാറുള്ളൂ. മൃഗങ്ങളോട് നമ്മൾ സ്നേഹം കാണിക്കുമ്പോൾ അവർ തിരിച്ചെങ്ങനെ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി. आज की कक्षा इतना ही. धन्यवाद.